സത്യപ്രതിജ്ഞ ഒന്ന് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ദൈവങ്ങളുടെ നാമത്തിലൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അതിൽ കോടതി വടിയെടുക്കുന്നു. വീണ്ടും എങ്ങനെയാണോ രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ആ രീതിയിലൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്നു. അക്കൂട്ടത്തിലുള്ള ഒരാളുടെ സത്യപ്രതിജ്ഞ അത് വീണ്ടും ഒരു വെറൈറ്റി ആയി ചെയ്യാൻ പോവുകയാണ്. കാപ്പ ചുമത്തി ജയിലിലടച്ച BJP കൗൺസിലറായ R. സുഗതന് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന് ഹൈക്കോടതി. ജനാധിപത്യത്തിൽ ജനഹിതമാണ് വലുതെന്ന് പറഞ്ഞ കോടതി അസാധാരണ സാഹചര്യങ്ങളിൽ അസാധാരണ ഇടപെടൽ വേണ്ടി വരുമെന്നും വ്യക്തമാക്കി. കാപ്പ ചുമത്തി ജയിലിലടച്ച ഒരു കൗൺസിലറെ മേയർ സെൻട്രൽ ജയിലിലെത്തി സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്ന ആദ്യ സംഭവമാണ് നാളെ നടക്കാൻ പോകുന്നത്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ രാവിലെ 11 മണിക്കാണ് BJPയുടെ കൗൺസിലറായിട്ടുള്ള R. സുഗതന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. മേയർ VV രാജേഷിന് സെൻട്രൽ ജയിലിലെത്താനും ഉദ്യോഗസ്ഥരുമായി എത്തി ആ സത്യപ്രതിജ്ഞ നടത്തി മടങ്ങുന്നതിനുമുള്ള അനുമതിയാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. ഈ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്താൻ വിയ്യൂർ ജയിലിന്റെ സൂപ്രണ്ടിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞ ചടങ്ങ് കവർ ചെയ്യുന്നതിന് അക്രഡിറ്റേഷനുള്ള മാധ്യമ പ്രവർത്തകരെ അനുവദിക്കണമെന്നുകൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ഇടപെടലിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യം ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഈ ഉത്തരവിൽ വിശദീകരിക്കുന്നുണ്ട്. ജനാധിപത്യത്തിൽ ജനഹിതമാണ് ഏറ്റവും വലുതായിട്ടുള്ളത്. ഏതെങ്കിലും നടപടിക്രമങ്ങളിലെ വീഴ്ചകളുടെ പേരിൽ ജനവിധി അട്ടിമറിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കോടതി അസാധാരണമായ ഇടപെടൽ ഈ കാര്യത്തിൽ നടത്തുന്നത്. നേരത്തെ R. സുഗതൻ ആവശ്യപ്പെട്ടത് ജയിലിൽ നിന്ന് പുറത്തു വന്ന് സത്യപ്രതിജ്ഞ നടത്തി മടങ്ങുന്നതിനുള്ള അവകാശമാണ് ചോദിച്ചത്. നേരത്തെ സമാനമായ ചില സാഹചര്യങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ തന്നെ ജയിലിൽ കിടന്ന് മത്സരിച്ച് വിജയിച്ചവരുണ്ട്. അവർ പോലീസ് സംരക്ഷണയിൽ വന്ന് ആ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ സത്യപ്രതിജ്ഞ എടുത്ത് മടങ്ങി വീണ്ടും ജയിലിലേക്ക് പോയ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാപ്പ കേസിൽ ജയിലിലടയ്ക്കപ്പെട്ട ഒരാളുടെ കാര്യത്തിൽ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ നടക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ വിധിയാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർക്ക് ഒരു നാരോ എഡ്ജ് മാത്രമാണുള്ളത്. ആ ഒരു ഭൂരിപക്ഷം നിലനിർത്തി മുന്നോട്ട് പോകാൻ R. സുഗതന്റെ സത്യപ്രതിജ്ഞ അവർക്ക് അനിവാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയാണ് മേയർ VV രാജേഷ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴേക്കും തീരുമാനം എടുക്കാനാണല്ലോ കോടതികളുടെ ഉത്തരവാദിത്വം. കോടതികളെ നിയോഗിച്ചിട്ടുള്ളത്. കോടതി എടുക്കുന്ന തീരുമാനം അഭിമാനത്തോടെ നമ്മൾ അംഗീകരിക്കുകയില്ലേ ചെയ്യുന്നത്, ഏത് തീരുമാനമായാലും. എന്നാൽ കോൺഗ്രസ് ശക്തമായി വിമർശിക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ അപമാനകരമായ സംഭവമാണ് നടക്കാൻ പോകുന്നതെന്നാണ് KS ശബരിനാഥന്റെ പ്രതികരണം. ഇത്രയും ലെഗസിയുള്ള നഗരസഭയിലെ ഒരു കൗൺസിലർ വിയ്യൂർ ജയിലിൽ ഇരുന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൽ പല ഒരു അപമാനം ഈ നഗരത്തിനില്ല, ഈ കൗൺസിലിനില്ല, ഈ നഗരസഭയ്ക്കില്ല. ഈ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റുമായിട്ട് UDF മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ സത്യപ്രതിജ്ഞ നടന്നാലും R. സുഗതന്റെ കാര്യത്തിൽ BJPക്ക് ഇനിയും കടമ്പകളുണ്ട്. കാരണം സുഗതൻ അനന്തമായി ജയിലിൽ തുടർന്നാൽ ഈ കൗൺസിലുകളിൽ തുടർച്ചയായി പങ്കെടുക്കാതെ വന്നാൽ സുഗതനെ അയോഗ്യനാക്കണം എന്ന ആവശ്യങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. കാപ്പ എന്ന് പറയുന്നത് 6 വർഷത്തേക്ക് ഡീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് ഒരു ആനുകൂല്യവും കൊടുക്കില്ല. തന്നെ ഒരു മണിക്കൂർ പോലും പുറത്ത് കൊണ്ടുവരില്ല, വിടാൻ കഴിയില്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ബിനിൽ, മാതൃഭൂമി ന്യൂസ്.